ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 119 സങ്കീർത്തനം 42 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. നമ്മെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനത്തിൽ ആശ്രയിക്കുന്നവനെ പ്രാപ്തനാക്കുന്നതും ദൈവത്തിന്റെ വചനമാണ്. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് ഇന്ന് പലരുടെയും മുൻപിൽ നിന്നയായിരിക്കാം. എന്നാൽ അങ്ങയുടെ നിന്ന മാറുന്ന ഒരു ദിവസമുണ്ട്. അങ്ങയുടെ നിന്ന മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ പകയ്ക്കുന്നവർ, നിന്ദിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നു. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് അങ്ങ് ജീവിതത്തിൽ പല തിന്മകളായിരിക്കും നേരിടുന്നത്. നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ദൈവം അങ്ങയെ പ്രാപ്തനാക്കി നിർത്തുവാൻ പോകുന്നു. ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നതും അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നതും പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നതും മഹിമാസനം അവകാശമായി നൽകുന്നതും സർവശക്തനായ ദൈവമാണ്. ആയതിനാൽ വചനത്തിൽ ആശ്രയിക്കുക. വചനം നമ്മെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ഉത്തരം പറവാൻ പ്രാപ്തനാക്കി നിർത്തും. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.